നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ടുള്ള ഡോക്ടർ NR മധു സാർ. അദ്ദേഹത്തെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും അതിന്റെ ആ ഒരു ഔദ്യോഗികമായിട്ട് ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രം. RSSന്റെ മുഖപത്രമായിട്ടുള്ള കേസരിയുടെ മുഖ്യ പത്രാധിപരാണ്. മറ്റൊരു ക്ഷമാപണത്തോടെയാണ് ഇന്നത്തെ ലൈവ് തുടങ്ങുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, വീര സവർക്കർജിയുടെ ജയന്തി ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നലെ ഷെഡ്യൂൾ ചെയ്തൊരു ലൈവായിരുന്നു. അപ്പൊ ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രശ്നം കാരണം നെറ്റ് ഇല്ലാത്തതിന്റെയും കറണ്ട് ഇല്ലാത്തതിന്റെയും പേരിലാണ് ഇന്നേക്ക് അത് മാറ്റിയത്. അതുകൊണ്ട് തന്നെ മാന്യ പ്രേക്ഷകരോട് ക്ഷമാപണത്തോടെയാണ് ഈ ലൈവ് തുടങ്ങുന്നത്. മധു സാർ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, നമ്മൾക്കറിയാം ഇന്നിന്റെ ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന, നമുക്കറിയാം വേടന്റെ വിഷയത്തിലൊക്കെ സാറുമായിട്ടുള്ള വലിയൊരു വിവാദമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് എക്കാലവും നമ്മുടെയൊക്കെ ഇപ്പൊ വീര സവർക്കർജിയുടെ ചരിത്രം അല്പമെങ്കിലും പഠിച്ചിട്ടുള്ള, വായിച്ചിട്ടുള്ള ആളുകൾക്ക്, ഒരു തവണയെങ്കിലും വായിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഇന്ന് പ്രത്യേകിച്ച് ഈ കേരളത്തിൽ നടക്കുന്ന വീര സവർക്കർജിയെ അപമാനിച്ചുകൊണ്ട് നടക്കുന്ന വളരെ മ്ലേച്ഛകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഇന്നിന്റെ ഈ നിമിഷത്തിൽ എങ്ങനെയാണ് സർ വീര സവർക്കർ ജയന്തിയെ അങ്ങ് ആമുഖം എന്നോണം എങ്ങനെയാണ് ഓർത്തെടുക്കുക? സവർക്കറെ അപമാനിക്കുന്ന പ്രവണത ഈ അടുത്ത കാലത്താണ് ഇത്രയും വർദ്ധിച്ചു വന്നത്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് സവർക്കറെ അപമാനിക്കുന്ന പ്രവണത ഇല്ല, കാര്യമായിട്ടില്ല. അങ്ങനെ അപമാനിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ സമൂഹം തന്നെ അതിനെ നേരിടും. പക്ഷെ കേരളം നമുക്കറിയാം വളരെ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഏതാണ്ട് 30% ആയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ജനസംഖ്യ കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ, ഡെമോഗ്രഫിയെ ആധാരമാക്കി ആണ് എന്ന് നമുക്കറിയാം. ന്യൂനപക്ഷ പ്രീണനമാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയ ഇന്ധനമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ പരിതസ്ഥിതി കേരളത്തിൽ രൂപപ്പെടും. അപ്പൊ അത് സവർക്കറെ വിമർശിക്കുന്നതിലൂടെ മുസ്ലിം ആഭിമുഖ്യം നേടിയെടുക്കാൻ കഴിയുമെന്ന ധാരണയിലാണ് മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും അല്ലെങ്കിൽ ഇനി എക്സ്ട്രീം മുസ്ലിം ഭീകര സംഘടനകളാണെങ്കിലും എല്ലാം സവർക്കറെ വിമർശിക്കും. പക്ഷെ നമുക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർ ഒരു കാലത്ത് സവർക്കറെ അങ്ങേയറ്റം ശ്ലാഘിച്ചിട്ടുള്ളവരാണ്. കാരണം സവർക്കറുടെ സംഭാവന എന്താണ്, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സവർക്കറുടെ സംഭാവന എന്താണ് എന്ന് അറിയുന്നവർക്ക് സവർക്കറെ വിമർശിക്കാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ട് ഇന്നിപ്പോൾ സവർക്കർ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയാണ്, സവർക്കറെ ഷൂ വർക്കർ എന്നൊക്കെയാണ് ജിഹാദികളൊക്കെ വിളിക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാരൻ ജിഹാദികൾ. ഏതാണ്ട് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ജിഹാദികളെയും കമ്മ്യൂണിസ്റ്റുകളെയും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും അവർ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പൊ സവർക്കറെ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയായിട്ടൊക്കെ ഈ അടുത്ത കാലത്ത് വ്യാപകമായി ചിത്രീകരിക്കുന്നുണ്ട്. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ചരിത്രം തീരെ അറിയില്ലാത്തതുകൊണ്ടും ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ചരിത്രം ഒരു അനിവാര്യ ഘടകമല്ലാത്തത് കൊണ്ടുമൊക്കെ സവർക്കർ വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിർദാക്ഷിണ്യം കേരളത്തിന്റെ സാമൂഹ്യ പരിസരത്തിൽ. ദേശീയ തലത്തിൽ അങ്ങനെയാണ് എന്ന് പറയാൻ സാധ്യമല്ല. അപ്പൊ അതിന്റെ കാരണം സവർക്കറുടെ ദേശീയവാദം തികച്ചും ഹിന്ദുത്വാധിഷ്ഠിതമാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ദേശീയവാദവും ഹിന്ദുത്വാധിഷ്ഠിതമാണ്. പക്ഷെ നമുക്കറിയാം സവർക്കറുടെ ഹിന്ദുത്വവാദം ഒരു കുറച്ചുകൂടി രാഷ്ട്രീയ സ്വയം സേവക സംഘം മുന്നോട്ട് വയ്ക്കുന്ന സാംസ്കാരിക ദേശീയത എന്നതിനും അപ്പുറത്തേക്ക് ചിലപ്പോൾ സവർക്കറുടെ ദേശീയവാദത്തിൽ ഒരു പ്രതിക്രിയാത്മകത കടന്നുകൂടുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. അതിന് സവർക്കറെ നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. കഠിനമായ ദേശീയവാദം ഹിന്ദുത്വവാദം, ആ ഹിന്ദുത്വമാണ് നമ്മുടെ ദേശീയത എന്ന കാര്യത്തിൽ സവർക്കർക്ക് യാതൊരു സംശയവുമില്ല. അത് സവർക്കറുടെ ഹിന്ദുത്വത്തിന്റെ നിർവചനങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഹിന്ദുത്വത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ബഹുമുഖ പ്രതിഭയായിരുന്ന സവർക്കർ വളരെ ആഴത്തിൽ ഈ വിഷയങ്ങൾ പഠിച്ച് ചരിത്രത്തിന്റെ പ്രാധാന്യത്തെ വളരെ ഉൾക്കൊണ്ട ഒരു വ്യക്തിയായിരുന്നു സവർക്കർ. നമുക്കറിയാൻ സാധിക്കും, ചരിത്രത്തെ വിശ്ലേഷിച്ച് ഹിന്ദു അപചയങ്ങളുടെ കാലഘട്ടത്തെയും ഹിന്ദു ഭാവിയെക്കുറിച്ചും ഹിന്ദുവിന്റെ സൗവർണ ഭൂതകാലത്തെക്കുറിച്ചുമൊക്കെ ഗവേഷണങ്ങൾ നടത്തി പഠിച്ച് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്ന തരത്തിലുള്ള നിരവധി ലേഖനങ്ങളും പ്രസംഗങ്ങളും കവിതകളും
അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നതുകൊണ്ട് ഈ തരത്തിൽ അദ്ദേഹം ഹിന്ദുത്വത്തെ കൃത്യമായി നിർവചിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പൊ അതില് പലപ്പോഴും ഇസ്ലാമിക അധിനിവേശത്തെയും മറ്റും വളരെ നിശിതമായി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അത് ഈ രാജ്യത്തിന് എങ്ങനെയാണ് ആഴത്തിൽ പരിക്കേൽപ്പിച്ചത് എന്നും ഒക്കെ അദ്ദേഹം കൃത്യമായി നിർണയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ നിർവചനങ്ങളൊന്നും തെറ്റാണെന്ന പക്ഷം വസ്തുനിഷ്ഠമായി ചരിത്രത്തെ സമീപിക്കുന്നവർക്ക് തോന്നില്ല. അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് തന്നെ തോന്നും. പക്ഷെ ഇന്നത്തെ കേരളത്തിന്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ സവർക്കർ പ്രതിക്കൂട്ടി നിൽക്കുന്നതിന്റെ കാരണം ഇസ്ലാമിക മതമൗലികവാദത്തെ വളരെ നിശിതമായി അദ്ദേഹം ആദ്യം മുതൽ വിമർശിച്ചു പോന്നു എന്നുള്ളതാണ്. ഇസ്ലാമിക മതമൗലികവാദത്തെ വിമർശിക്കുന്നത് ആരാണെങ്കിലും, അത് സവർക്കർ ആണെങ്കിലും എൻ.ആർ. മധു ആണെങ്കിലും, എങ്ങനെയാണ് വേട്ടയാടപ്പെടുന്നത് എന്ന് നിങ്ങൾ ഈ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഹിന്ദുവായി ജീവിക്കാൻ തന്നെ ഭയപ്പെടേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. അതായത് ജമ്മു കാശ്മീരിലെ ഹിന്ദു പണ്ഡിറ്റുകൾ 90-ൽ നേരിട്ട പ്രതിസന്ധി ഇതാ കേരളത്തിലെ ഹിന്ദു നേരിടാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് സവർക്കറുടെ പ്രവചനങ്ങളെല്ലാം കാലാതിവർത്തിയാണ്. സവർക്കറുടെ പ്രവചനങ്ങൾ ആരെയാണ് അസ്വസ്ഥതപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരം അസ്വസ്ഥതകളിൽ പെട്ടുവീഴുന്നവരാണ് സവർക്കറെ ഷൂ വർക്കർ എന്നും മറ്റും വിളിക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും സവർക്കറുടെ പ്രാധാന്യവും മൂല്യവും ഒന്നും കുറഞ്ഞു പോകില്ല. നാം വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു സൗവർണ ഭാവിയിലേക്ക് ഭാരതം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു കാലത്ത് സവർക്കർക്ക് ഭാരത ചരിത്രത്തിൽ ഉജ്ജ്വലമായ ഒരു സ്ഥാനം ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. സർ, നമ്മൾക്കറിയാം ഇപ്പോ ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ, നമ്മൾ ആരെയും കുറച്ച് കാണുന്നില്ല, അധികം പറയുന്നില്ല. എന്നാൽ ചരിത്രം വളച്ചൊടിക്കപ്പെട്ടോ എന്ന് സംശയിക്കുന്ന രീതിയിൽ തന്നെ ചിലരെയൊക്കെ വളരെ മേന്മയോടുകൂടി ഉയർത്തിക്കൊണ്ടുവരിക, എന്നാൽ ചിലരെ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ, ഇപ്പോ സവർക്കർജിയെ പോലെയുള്ള ആളുകളെയൊക്കെ ഇത്തരത്തിൽ നമ്മൾ ഇദ്ദേഹത്തിന്റെ സവർക്കർജിയുടെ ആ ജയിൽവാസത്തെ കൂടി സ്പർശിക്കാതെ നമുക്ക് ഒരിക്കലും കടന്നു പോകാൻ പറ്റില്ല. കാരണം ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി, അദ്ദേഹം എത്രത്തോളമായിരുന്നു ജയിൽവാസം അനുഷ്ഠിച്ചതെന്നും എന്നാൽ എത്രത്തോളമായിരുന്നു സവർക്കർജിയുടെ ആ ജയിൽവാസം എന്നൊക്കെ ചരിത്രം പഠിക്കാത്ത, അതല്ലെങ്കിൽ ചരിത്രം ഇന്നും ലഭ്യമാവാത്ത രീതിയിലുള്ള നമ്മുടെ ഈ കേരളത്തിലെ യുവതലമുറയായാലും വലിയ തലമുറയാണെങ്കിലും അവരോട് എങ്ങനെയാണ് സർ ഈ ഒരു ജയിൽവാസത്തിന്റെ ആ കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ച് സംസാരിക്കുകയാണെങ്കിൽ? ഇടയ്ക്ക് ഇവിടെ കറണ്ട് പോകുന്നുണ്ടോ, ഞാൻ അന്ധകാരത്തിലേക്ക് പോകുന്നത്. സാറില്ല, ജവഹർലാൽ നെഹ്റു ബ്രിട്ടീഷുകാരുടെ അതിഥിയായിട്ടാണല്ലോ ജയിലിൽ കഴിഞ്ഞത്. ചരിത്രം പറയുന്നത് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ റോയൽ ഗസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജയിലിൽ നിരവധി പ്രിവിലേജുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രം കഴുകാൻ വേണ്ടി ഫ്രാൻസിലേക്കും മറ്റും ഫ്ലൈറ്റുകൾ പറന്നിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പക്ഷെ സവർക്കർ അങ്ങനെ ആയിരുന്നില്ലല്ലോ. സവർക്കർ 2 ജീവപര്യന്തം ശിക്ഷ ഏറ്റുവാങ്ങിയാണ് ആൻഡമാൻ നിക്കോബാറിലെ കാലാപാനി ജയിലുകളിലേക്ക് പോകുന്നത്. അപ്പൊ സവർക്കർ സത്യത്തിൽ എന്താണ്, സവർക്കർ ഈ കോൺസ്പിരസിയാണ് അദ്ദേഹത്തിന്റെ മേലെ. അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഒരു കേസിലും പ്രതിയല്ല, കോൺസ്പിരസിയാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഗണേശ് റാവു സവർക്കർ, അദ്ദേഹം ആണെങ്കിൽ കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിട്ട് ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. എന്നാൽ സവർക്കറുടെ പ്രേരണ, ഇപ്പൊ മദൻലാൽ ധിംഗ്ര സവർക്കറുടെ ഒരു വലിയ ആരാധകനായിരുന്നു. മദൻലാൽ ധിംഗ്ര വെള്ളക്കാരനെ വധിക്കാൻ വേണ്ടി കഠാരയുമായി ഇറങ്ങിപ്പുറപ്പെടുകയും അല്ലെങ്കിൽ അത്തരം വധം നടത്തുകയൊക്കെ ചെയ്യുന്ന സവർക്കർ പ്രേരണ ഉൾക്കൊണ്ടുണ്ട്. അപ്പം നിരവധി വിപ്ലവകാരികൾക്ക് പ്രേരണയായി എന്നുള്ളതാണ് സവർക്കറുടെ മേലുള്ള ആരോപണം പ്രധാനമായിട്ട്. അപ്പൊ അത് കോൺസ്പിരസിയാണ്. പല കൊലപാതകങ്ങളിലെയും കോൺസ്പിരസി അദ്ദേഹത്തിന്റെ പേരിൽ വരുന്നുണ്ട്. നമുക്കറിയാം അദ്ദേഹം ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ, ഇപ്പൊ അദ്ദേഹം ഫർഗൂസൺ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ തന്നെ മിത്രമേളയിലൂടെ സഹപാഠികളെ, അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചവരെ എല്ലാം വിപ്ലവത്തിന്റെ വഴിയിലേക്ക് ഏതാണ്ട് 14-15 വയസ്സുള്ളപ്പോഴാണെന്ന് നമ്മൾ ഓർക്കണം. അദ്ദേഹം അതിന്റെ പേരിലാണ് ആദ്യം ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. ഗണേശോത്സവവും ശിവാജി ജയന്തിയും, ഒന്നും മഹാരാഷ്ട്രയിലുള്ളവർക്ക് ഈ ശിവാജി എന്ന് പറയുന്ന ഒരു വികാരമാണല്ലോ. അപ്പൊ ഗണേശോത്സവവും ശിവാജി ജയന്തിയും ഒക്കെ ദേശീയ വികാരം ഉണർത്താനുള്ള അവസരങ്ങളായി അദ്ദേഹം ഉപയോഗിക്കുകയും നിരവധി സുഹൃത്തുക്കളെ അദ്ദേഹത്തിന്റെ പിന്നണിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ നാസിക്കിൽ വെച്ച് അദ്ദേഹം അഭിനവ ഭാരത് എന്ന വിപ്ലവ സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ഇതൊക്കെ വളരെ ചെറുപ്പത്തിൽ നടക്കുന്നതാണ്. അതായത് ഒരു വിപ്ലവ പാരമ്പര്യം. അദ്ദേഹം വഴിതെറ്റി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്നതല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരുടെ ജയിലറകൾക്കുള്ളിൽ ഒരു VIP പരിഗണന ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നെഹ്റുവിന് അങ്ങനെ ആയിരുന്നില്ല എന്ന് നമുക്കറിയാലോ. മഹാത്മാഗാന്ധി പോലും അത്തരം
രാഷ്ട്രീയ തടവുകാരന്റെ ആനുകൂല്യങ്ങൾ പോലും പലപ്പോഴും ഗാന്ധി നിഷേധിക്കുന്നത്. പക്ഷെ നെഹ്റു അങ്ങനെയല്ല. നെഹ്റു ഇത്തരത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജയിലിൽ കഴിഞ്ഞ ആളാണ്. അപ്പം ഈ 2 ജീവപര്യന്ത ശിക്ഷ ഏറ്റുവാങ്ങി കലാപാനി ജയിലിലേക്ക് അയക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചത്ര, ഈ കാവൽക്കാരൻ ചോദിച്ചു, ഹേ മനുഷ്യ, നിങ്ങൾക്ക് ഈ ജയിലിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങളപ്പോ പുനർജന്മത്തിൽ വിശ്വസിച്ചു തുടങ്ങിയല്ലേ? കാരണം ബ്രിട്ടീഷുകാര് അവർക്ക് പുനർജന്മത്തിൽ വിശ്വാസമില്ലല്ലോ, ക്രിസ്ത്യൻ വിശ്വാസമാണല്ലോ. അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം പറഞ്ഞു, കാവൽക്കാര, അതുവരെ നിങ്ങളുടെ ഈ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം നിലനിൽക്കുമെന്ന് എന്താണ് ഉറപ്പ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ജയിലിലേക്ക് പോകുന്നത്. ആ ജയിലിൽ പോയിട്ടും അദ്ദേഹം പലരും പറയുന്ന പോലെ മാപ്പെഴുതി കൊടുത്തു എന്ന് ഒക്കെ നമുക്കറിയാമല്ലോ. മാപ്പെഴുതി കൊടുത്തു, സവർക്കറുടെ മേലുള്ള വലിയ ആരോപണമാണ് മാപ്പെഴുതി കൊടുത്തു എന്ന്. ജയിൽവാസത്തെ തന്റെ ജീവിത ലക്ഷ്യമായിട്ട് ഒരു വിപ്ലവകാരിക്ക് ഒരിക്കലും എടുക്കാൻ സാധ്യമല്ല. മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ജയിൽവാസം അദ്ദേഹത്തിന്റെ സമരത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്രതത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയത്. പക്ഷെ സവർക്കറെ പോലെയുള്ള ഒരു വിപ്ലവകാരി, കാരണം ഭാരത സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരികളുടെ പന്ഥാവിലെ ഉജ്ജ്വലമായ ഒരു വക്താവും പ്രയോക്താവുമായിരുന്നു സവർക്കർ എന്ന് കാണാൻ സാധിക്കും. അല്ലാതെ സഹന സമരത്തിന്റെ ഗാന്ധിയൻ മുറയായിരുന്നില്ല സവർക്കറുടേത്. അതുകൊണ്ട് അദ്ദേഹം രക്തരൂഷിത വിപ്ലവത്തിൽ തന്നെയാണ് വിശ്വസിച്ചത്. അത്തരം വിപ്ലവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ജയിൽവാസം എന്ന് പറയുന്നത് ജീവിതാദർശമായി നിൽക്കില്ല. കാരണം ശിവജിയെ മാതൃകയാക്കുന്ന ഒരാൾക്ക് അടവ് നയത്തിന്റെ ഭാഗമായിട്ട് എത്രയോ തവണ സന്ധികൾ ചെയ്തിട്ടുണ്ട് ശിവജി, നമുക്കറിയാലോ. ഒരു സന്ധി ചെയ്ത് അദ്ദേഹം പുറത്തു വന്നാൽ അടുത്ത സമരത്തിന്റെ ആലോചനയാവും പിന്നെ നടക്കുക. അപ്പം ശിവജിയുടെ പാരമ്പര്യമാണ് സവർക്കറിൽ കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹം 4 വട്ടം മാപ്പെഴുതി കൊടുത്തു എന്നാണ് പറയുന്നത്. 4 വട്ടം വിടുതലിന് വേണ്ടിയിട്ട് അദ്ദേഹം അപേക്ഷ നൽകി. ഈ 4 വട്ടവും അദ്ദേഹം വിടുതലിന് വേണ്ടി അപേക്ഷ നൽകുന്നത് ഒരു വിപ്ലവകാരിയുടെ മഹത്തായ ലക്ഷ്യം എന്ന് പറയുന്നത്, കലാപാനി പോലെയുള്ള ജയിലിൽ അടയ്ക്കപ്പെടുന്നവർ നമുക്കറിയാം പുറത്തു വന്ന ചരിത്രമില്ല. അവരവിടെ ചത്തൊടുങ്ങുകയാണ് ചെയ്തത്. വളരെ വളരെ കുറച്ചു പേര് മാത്രമാണ് ജീവനോടെ പുറത്തു വന്നിരിക്കുന്നത്. സവർക്കറെ വിട്ടയക്കുന്നത് പോലും അദ്ദേഹത്തിന്റെ മാപ്പപേക്ഷയുടെ അടിസ്ഥാനത്തിലല്ല. ഗണേശറാവു സവർക്കറെ ആണേലും വിനായക ദാമോദർ സവർക്കറെ ആണെങ്കിലും വിട്ടയക്കുന്ന അവരുടെ ആരോഗ്യം അപകടത്തിലായി എന്നുള്ളത് കൊണ്ടാണ്. അത് കാരണം എന്തൊക്കെ പറഞ്ഞാലും ബ്രിട്ടീഷുകാർക്ക് ഈ നീതിയോടും നിയമത്തോടും കോടതിയോടും ഒക്കെ കുറച്ച് ബഹുമാനം. ആഗോളതലത്തിൽ അവരൊരു പക്ഷേ വിമർശിക്കപ്പെട്ടേക്കാം എന്നൊക്കെയുള്ള ഈ ജയിലിൽ കിടന്ന് ഇവർ മരിക്കുകയാണെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇവർ വിട്ടയക്കല്ല. നമുക്കറിയാം പിന്നെ ഇവിടെ മഹാരാഷ്ട്രയിൽ വൻകരയില് അവർക്ക് ആദ്യം വീട്ടുതടങ്കലായിരുന്നു. അങ്ങനെ വലിയ റെസ്ട്രിക്ഷനോടുകൂടി തന്നെയായിരുന്നു നമുക്കറിയാൻ സാധിക്കും. പക്ഷെ അവിടെ അദ്ദേഹം സഹിച്ച ത്യാഗം, ആ ജയിലില് ഒരു മനുഷ്യന് നിവർന്നു നിൽക്കാൻ കഴിയാത്ത സെല്ലുലാർ ജയില്, ആ ജയിലില് സവർക്കറെ പോലെയുള്ള ഒരു പ്രതിഭ എങ്ങനെയാണ് വെളിച്ചം പോലും കടക്കാത്ത അവിടെ കഴിഞ്ഞുകൂടിയത്. 10,000-ൽ പരം ദേശഭക്തി കാവ്യങ്ങൾ, വരികൾ അവിടുത്തെ കൽച്ചുവരികളിൽ തന്റെ കൈകളിൽ ബന്ധിച്ചിരിക്കുന്ന ആ ചങ്ങലയുടെ ഇരുമ്പാണി കൊണ്ട് കോറിയിട്ട ആ വിപ്ലവകാരിയെ മനസ്സിലാക്കാൻ കേരളത്തിലെ ഈ ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനോ ജിഹാദിക്കൊക്കെ എത്ര തപസ് ചെയ്താൽ പോലും സാധ്യമായില്ല. അവർ എത്ര തലമുറ ജനിച്ച് ജീവിച്ച് മരിച്ചാലും സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അവര് സവർക്കറെ ഷൂ വർക്കർ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നത്. എന്താണേലും സവർക്കർ അവിടെയും കലാപാനിയില് സെല്ലുലാർ ജയിലിൽ കിടക്കുമ്പോഴും അദ്ദേഹം സഹ തടവുകാർക്ക് വേണ്ടിയാണ് പലപ്പോഴും പോരാടിയത്. അവിടെ ഈ ചക്കാട്ടുന്ന, കാളയെ കെട്ടി ചക്കാട്ടുന്ന ആ പ്രാകൃതമായ എണ്ണയാട്ട് യന്ത്രത്തിൽ കാളയ്ക്ക് പകരം അദ്ദേഹത്തെ കെട്ടി ബ്രിട്ടീഷ് പട്ടാളക്കാരും മർദ്ദിക്കുമ്പോഴും, അതുപോലെ തന്നെ തന്റെ സഹോദരൻ ആ ജയിലേഴികൾക്കുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. യാദൃശ്യമായിട്ടാണ് അവർ കണ്ടുമുട്ടുന്നത്. അപ്പൊ ഒരു കുടുംബം മുഴുവൻ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരുടെ യൗവനത്തെയും അവരുടെ നല്ല കാലത്തെയും സമർപ്പിക്കുകയാണ്. അത്തരം ഉദാത്തമായ ഒരു ജീവിത മാതൃകയാണ് സവർക്കറുടേത്. അത് സഹനത്തിന്റെ ഒരു ഗാൽഗുൽത്ത മലയിലേക്കുള്ള ഒരു എന്താ പറയാ, ഒരു ക്രിസ്തുവിന്റെ ക്രൂശാരോഹണത്തിന് വേണ്ടി പീഡനത്തിന്റെ ഗാൽഗുൽത്ത മലയിലേക്ക് അദ്ദേഹം എങ്ങനെയാണോ നടന്നു പോയത്, അതിനപ്പുറം ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഒരു പീഡിത വഴിയിലൂടെയുള്ള ഒരു വിപ്ലവകാരിയുടെ ബോധപൂർവമായ സഞ്ചാരമായിരുന്നു സവർക്കറുടേത് നമുക്ക് കാണാൻ സാധിക്കും. അത് ആ ജീവിത വഴിയെ തിരിച്ചറിയാനുള്ള ഒരു മനോനില ഇവിടുത്തെ വിമർശകന്മാർക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല.
അവരുടെയൊക്കെ വിപ്ലവ മാതൃകകൾ പലപ്പോഴും എന്തിന്റെ മാതൃകയായിരുന്നു എന്ന് പരിശോധിക്കുമ്പോൾ സവർക്കറുടെ ഉജ്ജ്വലമായ ഉദാത്തമായ ജീവിത മാതൃകയ്ക്ക് മുന്നിൽ അവരൊക്കെ ഈയാമ്പാറ്റകൾ മാത്രമായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് നെഹ്റുവിന്റെ ജയിൽവാസവും സവർക്കറുടെ ജയിൽവാസവും രണ്ട് എക്സ്ട്രീമാണ്. ഇവിടെ ഒന്ന് സഹന പർവ്വങ്ങൾ താണ്ടിയുള്ള ജീവിതയാത്രയായിരുന്നുവെങ്കിൽ അവിടെ സുഖലോലുപമായ ഒരു ജയിലിലെ അതിഥി മാത്രമായിരുന്നു നെഹ്റു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സാർ, നമ്മൾക്കൊന്ന് മറ്റൊന്നറിയാം. നമുക്ക് ഇന്ന് ഇപ്പൊ ഈ യുവതലമുറയാണെങ്കിലും ചെറിയ തലമുറയാണെങ്കിലും വലിയ തലമുറയാണെങ്കിലും സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം, ഒരു മീഡിയ എത്രത്തോളമാണ് സ്വാധീനിക്കുന്നതെന്ന് ഇപ്പോ സാറ് തന്നെ സൂചിപ്പിച്ച ഈ ഒരു ഷൂ വർക്കർ അതല്ലെങ്കിൽ ചെരുപ്പ് നക്കി എന്ന് പച്ച മലയാളത്തിൽ വിളിക്കുന്ന ജിഹാദികളാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ വിളിക്കേണ്ടതുണ്ട്. കാരണം ഇത്രയ്ക്കും മഹാനായ ഒരു വ്യക്തിയെ ഈ രീതിയിൽ വിശേഷിപ്പിക്കുന്ന ആളുകളെ ആ ഒരു ഭാഷ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അത്തരത്തിൽ കാലാപാനി എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കുന്നു. ഈ സിനിമയിലൂടെ ആ സിനിമയിലെ കഥാപാത്രത്തെ കൊണ്ട് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിക്കുന്നു. ആ ചിത്രം എടുത്തുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് അത് വീര സവർക്കറാണെന്ന് ദ്യോതിപ്പിക്കുന്ന രീതിയിൽ ട്രോളുകളായാലും മറ്റൊരു ഒട്ടേറെ രീതികളിലും അദ്ദേഹത്തെ അപമാനിക്കുന്നു. ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമം എത്രത്തോളമാണ് സർ ഇത്തരത്തിൽ ഇവിടെ ഈ ജിഹാദികളാണെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാരാണെങ്കിലും ഇതൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മുടെ ചരിത്ര പുരുഷന്മാരെ, മഹാന്മാരെ തേജോവധം ചെയ്യുന്നത്? അതുകൂടി ഒന്ന് കൂട്ടിയിണക്കി പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സാർ സാറിന്റെ വീക്ഷണം? അത് സിനിമ എന്ന് പറയുന്നത് ആധുനിക സാമൂഹ്യ ജീവിതത്തില് ചരിത്രത്തെ അടയാളപ്പെടുത്താനുള്ള ഒരു ഉപാധിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളതിനെ കുറച്ചു കാണാൻ പറ്റില്ല. അതൊരു സാങ്കേതിക കലയാണ്. ഒരു പരിധിവരെ പറഞ്ഞാൽ പൂർണ്ണ കലയാണെന്ന് പറയേണ്ടി വരും. നിരവധി കലകളുടെ ഒരു സമ്മേളനമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ സിനിമയോട് മനുഷ്യൻ താതാത്മ്യം പ്രാപിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് എഴുത്തിനേക്കാളും ജനം വിശ്വസിക്കുന്നത് ദൃശ്യത്തെയാണ്. അതായത് വിഷ്വലിനെയാണ് ഒരു സമൂഹം അംഗീകരിക്കുന്നത്. ഇന്ന് വിഷ്വൽ നമുക്ക് വ്യാജമായിട്ട് സൃഷ്ടിക്കാൻ സാധിക്കും. അതുകൊണ്ട് സിനിമകൾ ഇന്ന് ചരിത്രം പറയുകയാണ്. സിനിമയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് വളരെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിന്റെ സാമൂഹ്യ സ്വാതന്ത്ര്യ സമരത്തിൽ പഴശ്ശിരാജാവിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. പക്ഷെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ പഴശ്ശിരാജാവിനെയും വേലുത്തമ്പിയെയും ഒക്കെ തമസ്കരിച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് പഴശ്ശിരാജ എന്ന സിനിമ വന്നതിന് ശേഷം പഴശ്ശിരാജ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നു. വേലുത്തമ്പി ഇതുവരെയും ആ തരത്തിൽ വന്നിട്ടില്ല. കാരണം പണ്ടൊരു വേലുത്തമ്പി സിനിമ വന്നെങ്കിലും അതൊരു പെർഫെക്റ്റ് സിനിമയല്ല. പഴശ്ശിരാജയും പണ്ട് വന്നെങ്കിലും അത് പെർഫെക്റ്റ് സിനിമയല്ല. ഇന്നത്തെ സമൂഹം പ്രത്യേകിച്ച് ഈ വിഷ്വൽ ട്രീറ്റ്മെന്റിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കലാപാനി എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു വിഷ്വൽ എടുത്തിട്ട് അത് മാത്രമേ അവർ കാണുന്നുള്ളൂ. അപ്പം അവിടെ അദ്ദേഹം ഷൂ നക്കുന്നതായിട്ടുള്ള ഒരു വിഷ്വൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. അത് മാത്രമാണ് അവർ കാണുന്നത്. അതിനപ്പുറത്ത് സവർക്കറുടെ ജീവിതത്തെ ഇവർ പഠിച്ചിട്ടേയില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ അവര് എന്തുകൊണ്ടാണ് ഈ സിനിമ എന്ന ഉപാധിയെ വെച്ചുകൊണ്ട് സവർക്കറെ മ്ലേച്ഛമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചാൽ ഹിന്ദുത്വ ദേശീയതയാണ് ഇന്ന് ജിഹാദികളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും വെല്ലുവിളി. കാരണം ഇവർ രണ്ടുപേരും ദേശീയവാദം ഹറാമാണ് എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പറയുന്നവരാണ് ജിഹാദികളെല്ലാം. ജിഹാദികളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദേശീയവാദം എന്ന് പറയുന്നത് ഹറാമാണ് അവർക്ക്. കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചും ദേശീയവാദം ഉയർന്നു വരുന്നിടത്ത് കമ്മ്യൂണിസ്റ്റുകൾക്ക് നിൽക്കക്കളിയില്ല. കാരണം ചെകുത്താനും കുരിശും പോലെയാണത്. അപ്പം എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും ഐക്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അവര് തമ്മിൽ ഏറെ സമാനതകളുണ്ട്. കഠിന മതനിയമങ്ങളുടെ ഒരു ഘടനയാണ്, ഏകശിലാ ഘടനയാണ് ജിഹാദികൾക്കുള്ളത് എങ്കിൽ, മതമൗലികവാദത്തിന്റെ ഏകശിലാ ഘടനയാണ് ജിഹാദികൾക്കുള്ളത് എങ്കിൽ, രാഷ്ട്രീയ മൗലികവാദത്തിന്റെ ഏകശിലാ ഘടനയാണ് കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളത്. അപ്പം അവിടെയും അവർ ഐക്യപ്പെടുകയാണ്. അപ്പം രാഷ്ട്രീയ മൗലികവാദവും മതമൗലികവാദവും കൈകോർക്കുന്ന ഒരു സവിശേഷ രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും പൊതു ശത്രു എന്ന് പറയുന്നത് ദേശീയവാദമാണ്, പ്രത്യേകിച്ച് കൾച്ചറൽ നാഷണലിസമാണ്. കൾച്ചറൽ നാഷണലിസത്തിന്റെ വക്താക്കൾ ആരാണ്? രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് ഇന്ന്. ഈ കൾച്ചറൽ നാഷണലിസത്തിന്റെ സൈദ്ധാന്തിക ഭൂമിക ഒരുക്കുന്നതിൽ സവർക്കർക്ക് വലിയ പങ്കുണ്ട്. ആധുനിക കാലത്ത്
ഈ സാംസ്കാരിക ദേശീയതാവാദത്തിന്റെ പശ്ചാത്തലം ഒരുക്കുന്നതിൽ സവർക്കർക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് സവർക്കർ എന്ന വിഗ്രഹത്തെ തകർക്കുന്നതിലൂടെ അവർ കരുതുന്നത് സാംസ്കാരിക ദേശീയവാദത്തെ തകർക്കാം. ഈ സാംസ്കാരിക ദേശീയവാദം ശക്തമായതോടുകൂടിയാണ് ജിഹാദികൾക്കും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ മൗലികവാദികൾക്കും ഭാരത രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തിൽ അവരുടെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയത്. അപ്പൊ എന്തുകൊണ്ട് അവർ സവർക്കറെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു സൈദ്ധാന്തികമായ പശ്ചാത്തലമുണ്ട്, ഒരു രാഷ്ട്രീയമായ പശ്ചാത്തലമുണ്ട്. ഇവരെല്ലാം എതിർക്കാൻ കാരണം ഇന്ന് ഭാരതത്തിന്റെ ഭാഗധേയം നിർണയിക്കുന്നതിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട്. അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രമാണ് ഇന്ന് ഭാരതത്തിന്റെ വർത്തമാനകാലത്തെ നിയന്ത്രിക്കുന്നത്, ഭാവിയെ നിയന്ത്രിക്കാൻ പോകുന്നത്. ആ പ്രത്യയശാസ്ത്രത്തെ എതിർത്ത് തോൽപ്പിക്കാൻ, ആ പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറ ഒരുക്കുന്ന കൾച്ചറൽ നാഷണലിസം, സാംസ്കാരിക ദേശീയത, ആ സാംസ്കാരിക ദേശീയതയെ തകർക്കണം. ആ സാംസ്കാരിക ദേശീയതയുടെ വലിയൊരു ബിംബമാണ് സവർക്കർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ സവർക്കറെ എതിർക്കുന്നത്. അപ്പം ഏതറ്റം പറയും, ഏത് നുണയും പറയും. കാരണം അൽ തക്കിയ എന്നാണ്, ഏത് നുണയും പറയാൻ ഇസ്ലാമിന് സംബന്ധിച്ചിടത്തോളം ഈ അൽ തക്കിയ അവർക്ക് പ്രാബല്യത്തിലാക്കാം. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർ നുണകളുടെ കോട്ട കെട്ടി അഭിരമിക്കുന്നവരാണ്. നുണകളുടെ കോട്ടയിലേ അവർക്ക് ജീവിക്കാൻ കഴിയൂ. എന്തുകൊണ്ടാണ് ലോക കമ്മ്യൂണിസം തകർന്നത്? ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി വന്നതുകൊണ്ടാണ്. പ്രവതയും അല്ലെങ്കിൽ ദേശാഭിമാനിയും മാത്രം കണ്ടിരുന്നവർ മറ്റ് വാർത്തകൾ കാണുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റ് നിലനിൽപ്പില്ല. ഇന്ന് അതിശീഘ്രം ഇസ്ലാം മതമൗലികവാദവും ഒരു പരിധിവരെ ഇസ്ലാം മതവും തകരുകയാണ്. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോ അങ്ങനെയൊന്നും അല്ല, ആഗോളതലത്തിൽ ഇസ്ലാം ശക്തമാവുകയാണ് എന്നൊരു ധാരണ പരക്കുന്നുണ്ട്. അത് അടിസ്ഥാനരഹിതമാണ്. ഇസ്ലാമിക ഏതാനും ദശകങ്ങൾ കൊണ്ട് ലോക ഭൂപടത്തിൽ നിന്ന് അസ്തമിക്കാൻ പോവുകയാണ്, അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. നിങ്ങളിത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ വന്നിട്ട് ഈ യാതൊരു സങ്കോചവും ഇല്ലാതെ ഞാൻ പറയുകയാണ്, ഇസ്ലാമിന്റെ അവസാനത്തിന്റെ ആരംഭം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് എക്സ് മുസ്ലിങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? തടഞ്ഞു നിർത്താൻ പറ്റാത്ത വിവരവിനിമയത്തിന്റെ ആധുനിക കാലം എത്തി. ഈ വയൽ പറയുന്ന കുഞ്ഞുങ്ങളൊക്കെ പറയുന്ന മഹാമണ്ടത്തരങ്ങൾ കേട്ടിട്ട് നമ്മളൊക്കെ നമ്മുടെ ഈ സമയം എത്രമാത്രം നമ്മൾ ചിരിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഹിന്ദുത്വത്തിന്റെയും ഹിന്ദുത്വം പ്രതിനിധാനം ചെയ്യുന്ന സാംസ്കാരിക ദേശീയതയും സുവർണകാലം വരാൻ പോവുകയാണ്. അപ്പൊ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഏത് അൽത്തക്കിയായും അവർ ഉപയോഗിക്കും, ഏത് നുണയും പ്രചരിപ്പിക്കും. അതിന്റെ ഭാഗമാണ് സവർക്കറെ ഷൂ വർക്കർ എന്നും സവർക്കർ അങ്ങനെയൊന്നും ഒരു കാര്യവുമില്ല എന്ന് നമ്മള് ഇന്ന് കാണുന്ന ഈ സാംസ്കാരിക ദേശീയതയുടെ സുവർണകാലം ഉണ്ടാകുന്നതിൽ സവർക്കറുടെ സംഭാവന ചെറുതല്ല, വലിയൊരു സംഭാവന ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ എല്ലാ രാഷ്ട്രീയ നിലപാടുകളും ശരിയായിരുന്നു എന്ന് ചോദിച്ചാൽ ശരിയല്ലായിരുന്നു. ചില രാഷ്ട്രീയ നിലപാടുകളെ എങ്കിലും നമുക്ക് യോജിക്കാൻ പറ്റാത്തതുണ്ട്. പക്ഷെ മഹാത്മാഗാന്ധിക്കും തെറ്റുപറ്റിയിട്ടില്ലേ? ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിക്ക് പറ്റിയ തെറ്റിന്റെ തുടർച്ചയല്ലേ ഈ രാഷ്ട്രത്തിന്റെ വിഭജനത്തിലേക്ക് എത്തിയ ഖിലാഫത്ത് സമരം എന്ന് പറയുന്നത്? ആ ഖിലാഫത്ത് സമരത്തെ ആദ്യം എതിർത്തവരുടെ മുന്നിലല്ലേ നമ്മുടെ സവർക്കറും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിസങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ചിലപ്പോൾ എടുക്കുന്ന എല്ലാ നിലപാടുകളും ശരിയായിക്കൊള്ളുന്നില്ല. അത്തരം ചില നിലപാടുകൾ രാഷ്ട്രത്തിന് ഹിതകരമായേക്കാം എന്ന നിഗമനത്തിൽ സവർക്കറും എടുത്തിട്ടുണ്ട്. എല്ലാ നിലപാടുകളോടും നമുക്ക് യോജിക്കാനും പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ സമഗ്രമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ആ ജീവിതത്തിന് വേറെ സ്വാർത്ഥപരമായ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഈ രാഷ്ട്രത്തിന്റെ വൈഭവവും ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യവും അതിനുവേണ്ടി അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ ഈ രാഷ്ട്രത്തിന്റെ ബലിവേദിയില് ഹോമിക്കപ്പെട്ട ജീവിതത്തിന്റെ സമർപ്പണത്തിന്റെ അധ്യായങ്ങളെ നമുക്ക് തമസ്കരിക്കാൻ കഴിയില്ല. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെയും കൂടെ സംഭാവനയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അത് വിമർശകന്മാർ അതിന്റെ മൗലികമായ ചരിത്ര സത്യങ്ങളെയെങ്കിലും അംഗീകരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കുക. സർ, നമുക്കറിയാം രാഷ്ട്രീയ സ്വയം സേവക സംഘം അത് അതിന്റെ 100 വയസ്സിലെത്തി നിൽക്കുന്ന അഭിമാന നിമിഷങ്ങളിലൂടെ തന്നെയാണ് നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഹിന്ദുത്വ രാഷ്ട്രീയമെന്നോ അതല്ലെങ്കിൽ തീവ്രവാദികളെന്നോ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ ആക്ഷേപിച്ചു കഴിഞ്ഞാലും RSSന്റെ തനതായ സംഭാവനകൾ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം വരുന്നത് മറ്റേ ജിഹാദി ഭാഗമാണ്. അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഈ കാഷ്ടിക്കാൻ വരുന്നവന്മാർ കാഷ്ടിക്കുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാഷ്ടമാണ് ഈ RSS തട്ടിത്തടഞ്ഞു പോലും മരിച്ചവരുണ്ടോ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു
കൊടുത്തവരുണ്ട് എന്നൊക്കെ കാഷ്ടിക്കുന്ന ഒരുപാട് കാഷ്ടങ്ങൾ നമ്മൾ കാണാറുണ്ട്. അത് ഇവർക്ക് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ സാറിന്റെ തനതായ ആ ഭാഷാ ശുദ്ധിയോടെ തന്നെ എങ്ങനെയായിരിക്കും കൊടുക്കുക? എനിക്ക് വേണമെങ്കിൽ ഇന്ന് മുഴുവൻ വേണമെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഭാരത സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കെന്താണെന്ന് പറയാൻ സാധിക്കും. വലിയൊരു ചരിത്രം തന്നെ ഉണ്ട്. ഞാൻ രാഷ്ട്രീയ സ്വയം ഏറ്റവും വലിയ തെളിവ് എന്താ? അപ്പൊ നമുക്കറിയാം 1925 രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉണ്ടാവുന്നത്. സംഘത്തിന്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തിനാണ് പ്രവർത്തിച്ചത്? ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം വിപ്ലവകാരികളുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തിനാണ് പ്രവർത്തിച്ചത്? ഈ രാഷ്ട്രത്തിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. എന്നാൽ 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അതേ കാലഘട്ടത്തിൽ തന്നെ സമാന്തരമായി പ്രവർത്തിക്കുന്ന വിപ്ലവ സംഘടനകളുടെയും പ്രവർത്തനം കൊണ്ട് ഈ നാടിന് ആത്യന്തികമായ സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ല. അഥവാ നേടിയാൽ തന്നെ ആ സ്വാതന്ത്ര്യത്തെ നമുക്ക് നിലനിർത്താൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ രാജ്യത്തിന്റെ ആത്യന്തിക സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ഉതകുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാവണം എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 25 രാഷ്ട്രീയ സ്വയംസേവക സംഘം തുടങ്ങുന്നത്. ആ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രതിജ്ഞ അന്നും ഇന്നും പ്രതിജ്ഞയുണ്ട്. അപ്പൊ എല്ലാ സ്വയംസേവകരും പ്രതിജ്ഞ ചൊല്ലാറില്ല. പ്രതിജ്ഞ ചൊല്ലുന്നത് എപ്പോഴാണ്? അത് സംഘത്തിന്റെ പരിശീലനങ്ങളിലൂടെ കടന്നുപോയി ഒരു ഹാർഡ് കോർ സ്വയംസേവകനായി മാറുന്നു എന്ന തലം വരുമ്പോഴേ ഇയാൾ പ്രതിജ്ഞ ചെയ്യുന്നുള്ളൂ. എല്ലാ ദിവസവും സംഘ സ്വയംസേവം പ്രാർത്ഥന ചൊല്ലണം. പ്രതിജ്ഞ എല്ലാ ദിവസവും അനുസ്മരിക്കാനുള്ളതാണ്. അപ്പോ ആദ്യകാലത്തെ പ്രതിജ്ഞ, ആ പ്രതിജ്ഞ ഇപ്പോഴും ലഭ്യമാണ്. അതിലെ ഒരു വരി ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്ന ആശയം വരുന്ന വരിയാണ്. 47 ശേഷം അപ്പൊ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? രാഷ്ട്രീയ സ്വയംസേവക സംഘം സ്ഥാപിതമായത് തന്നെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. 47 എല്ലാ സംഘടനകളും സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ചപ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം സ്വാതന്ത്ര്യ സമരം തുടരുകയായിരുന്നു. കാരണം രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രം ഒരു രാഷ്ട്രത്തിന് അടിസ്ഥാനപരമായ മൗലികമായ സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന വിശ്വാസം സംഘത്തിനുണ്ടായിരുന്നില്ല. ഒരു ജനതയുടെ ആത്മാവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യമാകൂ. നാം വെള്ളക്കാരനെ കെട്ടുകെട്ടിച്ചെങ്കിലും വെള്ളക്കാരന്റെ മനോഭാവവും വെള്ളക്കാരന്റെ രചിച്ച ചരിത്രവും വെള്ളക്കാരന്റെ പാരമ്പര്യവും ഒക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവർ പോയത്. വെള്ളക്കാരൻ ഈ രാജ്യത്തെ വീണ്ടും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു പരിധിവരെ കോൺഗ്രസും ഒക്കെ പിന്തുടർന്നു. ഇന്നും അവർക്ക് ഈ പ്രവണതകൾ അവർ വെച്ച് പുലർത്തുകയാണ്. അപ്പൊ അടിസ്ഥാന സ്വാതന്ത്ര്യം കിട്ടാൻ ഈ ജനതയുടെ ദേശീയ സ്വത്വബോധത്തെ ഉണർത്തണം. അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. ആ ടാസ്ക് ഇന്ന് വിജയത്തിലേക്ക് എത്തുക. അതാണ് ഞാൻ പറഞ്ഞത്. 47 എല്ലാവരും സമരം അവസാനിപ്പിച്ചെങ്കിലും രാഷ്ട്രീയ സ്വയംസേവക സംഘം സ്വാതന്ത്ര്യ പ്രക്ഷോഭം അവസാനിപ്പിച്ചിരുന്നില്ല. സംഘത്തിന്റെ ശാഖയിലൂടെ നാം കൊടുത്ത അനൗപചാരിക വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിലൂടെ വളർന്നു വന്ന പരശതം സ്വയം സേവകർ രാഷ്ട്രീയ രംഗത്ത്, തൊഴിലാളി രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അങ്ങനെ സാമൂഹ്യ ജീവിതത്തിന്റെ സമഗ്ര മണ്ഡലത്തിലും എത്തിപ്പെട്ടിട്ടാണ് നാം ഇന്ന് കാണുന്ന പരിവർത്തനം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശതാബ്ദി വർഷത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ മേഖലയിലും നാം വിഭാവനം ചെയ്യുന്ന പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ സഹന മാർഗത്തിലെ ഒരു മഹായാനം നടത്തുകയായിരുന്നു രാഷ്ട്രീയ സ്വയംസേവക സംഘം. അപമാനത്തിന്റെയും തിരസ്കരണത്തിന്റെയും ബലിദാനത്തിന്റെയും ഒക്കെ ഉജ്ജ്വലമായ ഒരു ഭൂതകാലം ഈ പ്രസ്ഥാനത്തിനുണ്ട്. ആ പ്രസ്ഥാനം ഈ അപമാനത്തിന്റെയും ബലിദാനത്തിന്റെയും സഹന പർവ്വത്തിന്റെയും ഒക്കെ കഠിന കണ്ടകാകീർണമായ വഴികളിലൂടെ സഞ്ചരിച്ച് ആത്യന്തികമായി അതിന്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന സൗവർണ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രത്യക്ഷ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിത്തം രേഖപ്പെടുത്താനാണെങ്കിൽ നിരവധി സംഭവങ്ങളുണ്ട്. എത്രയോ പേർ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ബലിദാനികളായ സ്വയംസേവകരുടെ ലിസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇന്നത്തെ നമ്മൾ ഏറ്റവും വിവാദമായി ചർച്ച ചെയ്യുന്ന കാശ്മീര്, ആ കാശ്മീര് ഭാരതത്തിന്റെ ഭാഗമായി നിൽക്കാൻ കാരണമായിട്ടുള്ളത്, കാരണം ഹരിസിംഗുമായിട്ട് ആത്മബന്ധം ഉണ്ടായിരുന്ന ബദരീശിയാണ് അവസാന റൗണ്ട് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഹരിസിംഗുമായിട്ട് പോകുന്നത്. ആ ബദരീശിയുമായിട്ട് നടന്ന ചർച്ചയുടെ ഫലമാണ് ഗുരുജി ഗോൾവൽക്കർ രണ്ടാമതോടെ പറഞ്ഞിറങ്ങി ചർച്ച ചെയ്യുന്നു. അപ്പം ജമ്മു കാശ്മീർ എന്തുകൊണ്ടാണ് RSS ഇത്രയും വൈകാരിക ഭൂമിയിലാകുന്നത് എന്ന് ചോദിച്ചാൽ
ഈ കാശ്മീർ ഇന്ന് ഭാരതത്തോട് ചേർന്ന് നിൽക്കുന്നില്ല. അതിന്റെ പിന്നിൽ പോലും പ്രവർത്തിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ്. മോചന സമരങ്ങളും 47-ന് മുമ്പ് നടന്ന ക്വിറ്റ് ഇന്ത്യ സമരം അടക്കമുള്ള സമരങ്ങളിലൊക്കെ നിരവധി സ്വയം സേവകർ പങ്കെടുത്തു. രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന സംഘടനയെ പ്രത്യക്ഷ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുപ്പിക്കാൻ അനുവദിച്ചിരുന്നില്ല. അതിന്റെ കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരിക്കലും ഒരു പ്രക്ഷോഭാത്മക സംഘടനയാവാൻ പാടില്ല എന്ന് സ്ഥാപകനായ ഡോക്ടർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. ഇന്ന് വരെ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു പ്രക്ഷോഭവും നയിച്ചിട്ടില്ല. അത് അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പ്രക്ഷോഭമാണെങ്കിൽ അതിനുവേണ്ടി ഒരു സമാന്തര സംവിധാനം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഡോക്ടർജി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നിയമലംഘനത്തിന് വേണ്ടി പോകുമ്പോൾ സർസംഘചാലക പദവി മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോ രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രത്യക്ഷത്തിൽ ഇതിൽ പങ്കെടുക്കാൻ പാടില്ല. കാരണം അതിനൊരു പ്രക്ഷോഭാത്മകമായ സംഘടനയല്ല. വ്യക്തി നിർമ്മാണം എന്ന് പറയുന്ന അനസ്യൂതം നടക്കേണ്ട സർഗാത്മകമായ ഒരു പ്രവർത്തനവും പ്രക്ഷോഭവും തമ്മിൽ ചേർന്ന് പോവില്ല. പ്രക്ഷോഭത്തിലേക്ക് പോയാൽ വ്യക്തി നിർമ്മാണം മുടങ്ങും. അതുകൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഈ വ്യക്തി നിർമ്മാണം എന്ന പ്രവർത്തനമാണ് 100 വർഷമായിട്ട് നടന്നത്. അതിന്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് സമൂഹത്തിലെ പ്രക്ഷോഭം വേണമെങ്കിൽ പ്രക്ഷോഭം, സഹന സമരം വേണമെങ്കിൽ സഹന സമരം, എല്ലാ മേഖലകളും വ്യാപരിച്ചിട്ടുണ്ട്. അപ്പം സംഘടനയെ നമ്മൾ ഇത്തരം പ്രക്ഷോഭങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുമ്പോഴും സംഘടനയെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പരമവൈഭവമായിരുന്നു. അതിന് സ്വാതന്ത്ര്യ സമരത്തിൽ സ്വയം സേവകരെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. 47-ന് ശേഷമുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അത് അടിയന്തരാവസ്ഥയുടെ എതിരെയുള്ള സമരമാണെങ്കിലും നിലയ്ക്കൽ പ്രക്ഷോഭമാണെങ്കിലും ഏത് പ്രക്ഷോഭമാണെങ്കിലും ഡയറക്റ്റ് അയോധ്യ പ്രക്ഷോഭം, അതിനുവേണ്ടി ഒരു കർമ്മസമിതി ഉണ്ടാക്കിയാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘം നേരിട്ട് ഒരു പ്രക്ഷോഭവും നയിച്ചിട്ടില്ല. 47-ന് മുന്നേ നയിച്ചിട്ടില്ല, 47-ന് ശേഷവും നയിച്ചിട്ടില്ല, ഇനിയോട്ട് നയിക്കാനും പോകുന്നില്ല. കാരണം ഇത് വ്യക്തി നിർമ്മാണം എന്ന് പറയുന്ന സിംഗിൾ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. എന്നാൽ സ്വയം സേവകർ നിരവധി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ആ സ്വയം സേവകയിലൂടെയാണ് സംഘം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാവുന്നത്. നിരവധി പേര് അതിന് ബലിദാനിയുണ്ട്. അവരുടെ എല്ലാം പേര് വിവരങ്ങൾ അടങ്ങിയ ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. അതൊന്നും ഈ ചെറിയ സമയത്തിൽ നമുക്ക് പറയാൻ സാധ്യമല്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നതും സവർക്കറെ ഷൂവർക്കർ എന്ന് വിളിക്കുന്നതും ഒക്കെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ്. അത് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, അൽ തക്കിയയും അല്ലെങ്കിൽ നുണ പ്രചരിപ്പിച്ചുകൊണ്ടും ഒക്കെ ഈ ചരിത്രത്തിൽ ഇടം പറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന കാലഹരണപ്പെട്ട ചില പ്രസ്ഥാനങ്ങളുടെ അവസാന ഊർധ്വം വലിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചില നുണപ്രചരണങ്ങളാണ്. അതിനെ നമ്മൾ അർഹിക്കുന്ന അവഗണനയോട് തള്ളുക മാത്രമാണ് വേണ്ടത്. പക്ഷേ നിരന്തരം നാം ഈ എഡ്യൂക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കണം. കാരണം ഇന്നത്തെ പുതിയ തലമുറ ചരിത്രത്തെക്കുറിച്ച് അങ്ങേയറ്റം അജ്ഞരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയാണ് സർവകലാശാലയായിട്ട് നിൽക്കുന്നത്. അപ്പം വാട്സാപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇത്തരം അബദ്ധങ്ങളും നുണകളും പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങളെ പോലെയുള്ള ചാനലുകളും അല്ലെങ്കിൽ അതുപോലെയുള്ള മാധ്യമങ്ങളും ഒക്കെ ഈ ചരിത്ര സത്യങ്ങൾ നിരന്തരം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കണം എന്ന പക്ഷമാണ് എനിക്കുള്ളത്. സർ, നമ്മൾക്കറിയാം ഇന്നത്തെ തലമുറ വായനയുടെ ലോകത്തു നിന്നും തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു, ദൃശ്യാത്മകമായിട്ടുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കണ്ണിൽ കാണുന്നത് മാത്രം, ദൃശ്യത്തിൽ മാത്രം വിശ്വസിക്കുന്ന രീതിയിലേക്ക്. ഇപ്പൊ അങ്ങ് കേസരിയുടെ മുഖ്യ പത്രാധിപൻ എന്നുള്ള രീതിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ വായനയുടെ ലോകത്ത് നിന്ന് ത്യജിക്കപ്പെട്ട അതല്ലെങ്കിൽ മാറ്റപ്പെട്ട ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയൊക്കെ അതിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അത്തരത്തിലുള്ള ആ തലമുറ ഏത് രീതിയിലാണ് സർ വീര സവർക്കർജിയെ നോക്കിക്കാണേണ്ടത്? എങ്ങനെയാണ് അവർ കണ്ടെത്തേണ്ടത്? അദ്ദേഹത്തെ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത്? ഒരു സന്ദേശമായിട്ട് പറയുകയാണ്. സവർക്കറുടെ ജീവിതത്തെ നമുക്ക് വളരെ സെഗ്മെന്റ്സ് ആയിട്ട് കൊടുക്കാൻ കഴിയണം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടിയൊക്കെ സവർക്കറുടെ ജീവിതം മാത്രമല്ല, ഒരു വാർ റൂം തുറക്കണം. ഞാൻ പലപ്പോഴും പറയാനുണ്ട്, നിങ്ങളെ പോലുള്ള ചാനലുകൾ, ഈ ചാനലുകളൊക്കെ വാർ റൂമായി മാറണം. ദേശീയ പക്ഷത്ത് നിൽക്കുന്ന ചാനലുകളൊക്കെ വാർ റൂമായി മാറണം. കാരണം ഒരു അന്തിമ സമരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യം സമരം അവസാനിച്ചിട്ടില്ല. ആത്യന്തികമായി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ കൂട്ടപ്പൊരിച്ചിലിന്റെ സമയമാണ്. അപ്പോ ഇവിടെ നുണകൾ പ്രചരിപ്പിക്കാൻ എല്ലാ മാർഗങ്ങളും അന്താരാഷ്ട്ര ശക്തികൾ, ഇത് കേവലം ഭാരതത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സംഗതിയല്ല കേട്ടോ, അന്താരാഷ്ട്ര ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വരെ ഏതൊക്കെ ശക്തികൾ ശ്രമിക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ വായന കുറയുന്നു എന്ന് പറഞ്ഞാലും അവർ ഗാഡ്ജറ്റിന്റെ മുന്നിലിരിക്കുന്ന സമയം കുറയുന്നില്ല. അപ്പം ഗാഡ്ജറ്റുകളിലൂടെ ഇവർക്ക് ടൂൾസ് നമുക്ക് കൊടുക്കാൻ കഴിയണം, ടൂൾ കിറ്റുകൾ കൊടുക്കാൻ കഴിയണം. അത് പരമാവധി വിഷ്വൽ ട്രീറ്റ്മെന്റ് ആകുന്നതാണ് എപ്പോഴും നല്ലത്. സവർക്കറെ സംബന്ധിച്ച് മാത്രമല്ല, സംഘത്തെ സംബന്ധിച്ചാണെങ്കിലും
ഒക്കെ നിരവധി. കാരണം നമുക്ക് വളരെ റിച്ച് ആയിട്ടുള്ള ഐഡിയോളജി ഉണ്ട്, വളരെ സമ്പന്നമായ തർക്കശുദ്ധമായ ഒരു സിദ്ധാന്തമുള്ള പ്രസ്ഥാനമാണ്. കമ്മ്യൂണിസത്തിനോ ജിഹാദിസത്തിനോ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സത്യത്തിൽ സംഘം മുന്നോട്ട് വയ്ക്കുന്ന, രാഷ്ട്രീയ സ്വയംസേവക സംഘം മുന്നോട്ട് വയ്ക്കുന്ന സാംസ്കാരിക ദേശീയത എന്ന് പറയുന്ന സിദ്ധാന്തത്തെ ആർക്കും ഇന്ന് ചെറുത്തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന് ഉതകുന്ന ചെറിയ ചെറിയ ക്യാപ്സൂൾ രൂപത്തിലുള്ള നമ്മുടെ സൈദ്ധാന്തികമായ കാര്യങ്ങളെ ലളിതവൽക്കരിച്ചുകൊണ്ട് കഴിയുന്നത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയണം. അത് തുടർച്ചയായി നടക്കേണ്ടതാണ്, ആവർത്തിച്ച് നടക്കേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞതാണല്ലോ എന്ന് കരുതി ഈ വർഷം പറയാതിരിക്കേണ്ടതില്ല. നിരന്തരമായി ആവർത്തിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് ലെങ്തി ആവാൻ പാടില്ല. കാരണം ഇന്നത്തെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരും. ഗാഡ്ജറ്റിന്റെ മുന്നിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അറ്റൻഷൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ മെത്തേഡുകൾ ആവശ്യമാണ്, ട്രീറ്റ്മെന്റുകൾ ആവശ്യമാണ്. ഒരിനം സൈക്കോളജിക്കൽ വാർഫെയർ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂത്തിന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള ശൈലിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചരിത്രത്തെയും അതുപോലെയുള്ള കാര്യങ്ങളെയും ഒക്കെ കലയുടെയും ഒക്കെ സഹായത്തോടുകൂടി, സാഹിത്യത്തിന്റെയും ഒക്കെ സഹായത്തോടുകൂടി ചെറിയ ചെറിയ കിറ്റുകളാക്കി നമുക്ക് കൊടുക്കാൻ കഴിയും. ചർച്ച അതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഡിബേറ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അത് വിവിധ കോണുകളിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം നമുക്ക് നല്ല ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും നമ്മുടേത് തർക്കശുദ്ധമായ ഒരു ആശയമാണ്. നാം വിശ്വസിക്കുന്ന സനാതന ധർമ്മം അത് ഭാവി ലോകത്തിന്റെ ദിശാബോധമായി മാറാൻ പോകുന്ന, വഴിവിളക്കായി മാറാൻ പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് അഭിമാനത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ സാധിക്കും ലോകത്തിന്റെ വഴിവിളക്ക് ഭാരതമാണ്. ആ ഭാരതത്തെ ഉജ്ജ്വലമായ ഒരു ഭാവിയിലേക്ക് നയിക്കാൻ വേണ്ടി നാം ഉയർത്തുന്ന നമ്മുടെ സിദ്ധാന്തം അത് തർക്കശുദ്ധമായ സിദ്ധാന്തമാണ്. ഈ തലമുറകൾ നമ്മുടെ ഈ സിദ്ധാന്തത്തിലേക്ക് വരിക തന്നെ ചെയ്യും. അവരെ ഈ സിദ്ധാന്തത്തിലേക്ക് അടുപ്പിച്ചു നിർത്താൻ സാധിക്കുന്ന തരത്തിൽ നിരന്തരം ഒരു എഡ്യൂക്കേഷൻ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശാഖ ഒരു അനൗപചാരിക വിദ്യാഭ്യാസ ഏജൻസിയാണ്. പക്ഷെ അത് പലപ്പോഴും നമുക്കറിയാം ഒരു കഷായ പ്രായത്തിലാണ് ഇന്നുള്ളത്. ഈ കഷായം കഴിക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. ആ കഷായം കഴിച്ചാലേ രോഗം ആത്യന്തികമായി മാറുമെങ്കിലും ആ കഷായം കഴിക്കുന്നതിന് മുമ്പ് അവരെ ആകർഷിക്കേണ്ട മേമ്പൊടികളുണ്ടല്ലോ, ആ മേമ്പൊടിക്ക് മധുരം ഉണ്ടാവും. സത്യത്തിൽ ഈ വിഷ്വൽ ട്രീറ്റ്മെന്റ് ഒക്കെ അത്തരത്തിലുള്ള ചില മേമ്പൊടികളാണ്. ഈ വിഷ്വൽ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് നമ്മുടെ ഐഡിയോളജി കൺവേ ചെയ്യാൻ സാധിക്കും. നിരന്തരമായ സംവാദങ്ങൾ, നിരന്തരമായ ചർച്ചകൾ, ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ചരിത്രത്തെ സെഗ്മെന്റ്സുകളാക്കി തിരിച്ച് അവർക്ക് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ നമ്മുടെ യുവത്വത്തെ വായനയിലേക്കും അല്ലെങ്കിൽ ചരിത്രബോധത്തിലേക്കും ഒക്കെ കൊണ്ടുവരാൻ കഴിയും. അതിന് നിങ്ങളെപ്പോലെയുള്ള ചാനലുകൾക്ക് വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയും എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കുന്നത്. മാന്യപ്രേക്ഷകരെ, ഭാരതം വിശ്വഗുരുവായിട്ട് നിലകൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് മധുസാറിന്റെ ഓരോ വാക്കുകളും ആത്മാഭിമാനമുള്ള ഓരോ ഭാരതീയനും അത് ത്രസിപ്പിക്കുന്ന ഈ കൂട്ടപ്പരിച്ചിലിന്റെ ഈ കാലത്ത് ആ ത്രസിപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണ്, ഊർജം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഈ വീഡിയോ ഇപ്പോ കഴിഞ്ഞ മണിക്കൂറിൽ ലൈവ് നടന്ന സമയത്ത് 1000-ലധികം പ്രേക്ഷകരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും ഈ ഒരു വിഷയം ചെയ്യുമ്പോൾ അത് രണ്ടക്കത്തിലേക്ക് ചുരുങ്ങുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് ഓരോ മാന്യപ്രേക്ഷകരും ചിന്തിക്കേണ്ടത് തന്നെയാണ്. കാരണം മസാലകളും മസാലക്കൂട്ടുകളും മാത്രം രുചിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണ രീതിയായാലും സംസ്കാര രീതിയായാലും ആ രീതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ കൃത്യമായിട്ട് നമ്മൾ ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും എന്തായിരിക്കും സംഭവിക്കുക എന്ന് മധുസാർ പറഞ്ഞു. കൂട്ടപ്പൊരിച്ചിലിന്റെ സമയമാണ്. ആ കൂട്ടപ്പൊരിച്ചിലിൽ നമ്മൾ കൃത്യമായിട്ടും പൊരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം ഓരോ ഭാരതീയനും തന്നെയാണ്. ശത്രുരാജ്യങ്ങളുടെ അച്ചാരം വാങ്ങി ജീവിക്കുന്ന ഇവിടെ ചോറും അവിടെ കൂറുമുള്ളവന്മാർക്കല്ല നഷ്ടം എന്നുള്ളത് ഓരോ മാന്യ പ്രേക്ഷകരും ഓർക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മധുസാർ എല്ലാ ഭാഗങ്ങളും സ്പർശിച്ചുകൊണ്ട് വീര സവർക്കറുടെ ചെറിയ ഒരു ചിത്രമെങ്കിലും മാന്യ പ്രേക്ഷകരിലേക്ക് ഇട്ടതിൽ മധുസാറോട് ഒരുപാട് നന്ദിയുണ്ട്. മറ്റ് ഒട്ടേറെ വിഷയങ്ങളുമായിട്ട് സാറെ ബന്ധപ്പെടുമ്പോൾ പങ്കെടുക്കണമെന്ന വിനീതമായിട്ടൊരു അപേക്ഷയോടുകൂടി തൽക്കാലം ഈ ശുഭരാത്രിയിൽ നമ്മൾക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് നന്ദി സാർ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.